മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തനിക്ക് ശേഷം അടുത്തൊരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ കണ്ടെത്തിയിരിക്കുന്ന വഴി തൻ്റെ സഹപ്രവർത്തകരായ ഏറ്റവും മുതിർന്ന 5-6 സ്വഹാബികളെ ആ ദൗത്യമേൽപ്പിക്കുകയാണ്. അവർക്ക് നൽകിയ നിർദ്ദേശം, എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് നിങ്ങളിൽ നിന്ന് ഒരാളെ ഖലീഫയായി നിശ്ചയിക്കണം. എൻ്റെ മകന് യാതൊരുവിധ അധികാരവും നൽകരുത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ എതിരാളിയില്ലാത്ത ഭരണാധികാരിയായി നിലകൊള്ളുക വഴി എന്തെങ്കിലും ഗുണങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് ഉമറിൻ്റെ കുടുംബത്തിൽ ഒരാൾ നേടിക്കഴിഞ്ഞു. അതുവഴി എന്തെങ്കിലും ദോഷങ്ങൾ കടന്നു വരാനുണ്ടെങ്കിൽ അതും ഉമറിൻ്റെ കുടുംബത്തിൽ ഒരാൾ നേടിക്കഴിഞ്ഞു. ഇനി രണ്ടാമതൊരാൾ കൂടി ആ മാർഗത്തിലേക്ക് വരേണ്ടതില്ല. സമകാലിക സാഹചര്യത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ ഉപദേശം എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് ഒരു വേള ആലോചിച്ചാൽ ബോധ്യമാകും. ബർണാഷയുടെ ഒരു മെസ്സേജ്, അദ്ദേഹം പറയുന്നത്, കാട്ടിലുള്ള സിംഹത്തേക്കാൾ അപകടകാരി മനുഷ്യനാണ് എന്നാണ്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, സിംഹത്തിന് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, അതെല്ലാം മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ബോധ്യമാകുമല്ലോ. മതവും ആത്മീയതയുമൊക്കെ മനുഷ്യൻ്റെ ഭൗതിക വ്യവഹാരങ്ങളിൽ ലാഭകരമായ ഒരു ബിസിനസ്സായി, ഒരു കച്ചവട വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയതയും മതവുമൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കണം എന്നതിലേക്കുള്ള ചില സൂചകങ്ങൾ മാത്രമാണ്. സത്യസന്ധമായ ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏത് കാലത്തും, പ്രത്യേകിച്ച് ഇക്കാലത്തും, ഒരു സൗഭാഗ്യമാണ്. ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും സത്യത്തോട് കൂറുപുലർത്തുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അതുവഴി ഏതൊരു സമൂഹത്തിനും ലഭ്യമാകേണ്ട നീതിയും ന്യായവും ലഭിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതോളം പുണ്യകരമായ മറ്റൊന്നുണ്ടോ എന്ന് ആലോചിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ വിളിച്ചു പറയുന്നൊരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ബോധ്യമുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പറയുന്ന വാക്കുകൾ സത്യമായിരിക്കണം, സത്യം പറയണം. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ മികച്ചതായി മാറും. അള്ളാഹു അത് നിങ്ങൾക്ക് മികച്ചതാക്കി തരും, അത് പെർഫെക്റ്റാവും. അതിനിടയിൽ വന്നു പോകുന്ന പോരായ്മകൾ, അബദ്ധങ്ങൾ, പാകപ്പഴവുകൾ, പാപങ്ങൾ അവൻ പൊറുക്കും. അതിനെന്ത് വേണം? വമൻ യുതിഇ ഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അലീമ.
ആരാണ് അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും അനുസരിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ മഹത്തായ വിജയത്തിൻ്റെ ഉടമകളായി മാറുന്നത്. ഈ പറഞ്ഞു വച്ചതെല്ലാം ഭൗതിക ലോകത്ത് നമുക്കെന്ത് ലഭിക്കുന്നു, എന്ത് ലഭിക്കുന്നില്ല, എന്ത് നഷ്ടമാകുന്നു, എന്ത് നഷ്ടമാകുന്നില്ല എന്നതിലുപരി വരാനിരിക്കുന്ന മറ്റൊരു ലോകത്ത് നമുക്ക് രക്ഷപ്പെടുവാനും നമ്മുടെ ശാശ്വതമായ ആ ജീവിതം ഏറ്റവും സുരക്ഷിതമായി തീരുവാനും സാധ്യമാകുന്നതെന്തോ അത് ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണമെന്നുള്ളതാണ്. പ്രവാചക തിരുമേനി പറയുന്ന 2 തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അൽ മുസ്ലിം മൻ സലിം അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അൽ മുസ്ലിം മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം ആരാണ്? എല്ലാ മുസ്ലിങ്ങളും, എല്ലാ മനുഷ്യരും അവൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം അപകടങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അവയിൽ നിന്നെല്ലാം സുരക്ഷിതരാകുന്നൊരു സാഹചര്യം ആരിലൂടെ കാണാൻ പറ്റും? അയാളാണ് മുസ്ലിം. എന്ന് പറഞ്ഞാൽ ചില വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ മാത്രം ഒരാൾ മുസ്ലിമാണ് എന്ന് വിലയിരുത്തപ്പെട്ടുകൂടാ എന്ന്. അയാളുടെ നാവ് കൊണ്ടോ കൈകൾ കൊണ്ടോ, അയാളുടെ സ്വാധീനം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, സൗകര്യങ്ങൾ കൊണ്ടോ, അയാളുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ മറ്റൊരാൾ പ്രയാസപ്പെടുന്നില്ല എന്നുറപ്പുവരുത്താൻ, മറ്റുള്ള മുഴുവൻ മനുഷ്യരും അയാളിൽ നിന്ന് സുരക്ഷിതരാണ് എന്നുറപ്പുവരുത്താൻ അയാൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഒരു മുസ്ലിം നിലവിൽ വരുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നന്മകളേതും തിരിച്ചറിയാനും അത് സ്വീകരിക്കുവാനും അതിനെ സ്വാംശീകരിക്കുവാനും അതിനെ വളർത്തി വികസിപ്പിക്കുവാനും ഉള്ള മാനസികാവസ്ഥയും തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിനെ യഥാവധി തിരസ്കരിക്കുവാനും സാധിക്കുന്നൊരു മനസ്സ്, അവിടെയാണ് യഥാർത്ഥത്തിൽ ആത്മീയത കുടികൊള്ളുന്നത്. ആത്മീയത അത് ആത്മാവിൻ്റെ ആഹാരം തന്നെയാണ്, അതിനെ തൃപ്തിപ്പെടുന്നതാണ്, അതിൻ്റെ പോഷണമാണ്. ആത്മാവിന് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ലഭ്യമാകുവാനുള്ള വഴികളാണ്. ഖുർആനിലെ ഒരു ചെറിയ പ്രയോഗം, അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. ആ ഹൃദയത്തെ, ആ മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് പടച്ചറബിനെ കുറിച്ചാണ്. അതിലെല്ലാം ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല ഓർക്കുന്നത്, ജീവിതത്തിൻ്റെ നിർണായകമായ പല പരീക്ഷണഘട്ടങ്ങളിലും അല്ലാഹുവുണ്ട്, അവൻ തുണയുണ്ട്, അവൻ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യം മാത്രമേ ഉണ്ടാവൂ, അതിലപ്പുറത്തൊന്നും സംഭവിക്കാനില്ല. അതാണെങ്കിലോ അല്ലാഹു നൽകുന്നതാകയാൽ പ്രത്യക്ഷത്തിൽ തിന്മയായി തോന്നിയാൽ പോലും അത് തനിക്ക് നന്മയായിരിക്കും, ഗുണകരമായിരിക്കും എന്ന് വിചാരിക്കാനും വിശ്വസിക്കുവാനും ബോധ്യം വരുവാനും സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആത്മനിർവൃതി, ആ ഒരു ശാന്തത, ആ ഒരു സമാധാനം ലഭ്യമാകാൻ അല്ലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. ആ തലത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അള്ളാഹു മനുഷ്യരോട് വിശ്വാസത്തോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് ഒന്ന് നീതിയാണ്. നീതി ആരോടെല്ലാം, എന്തിനോടെല്ലാം, എങ്ങനെയെല്ലാം അത് വിശദമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവനവരോട് നീതി പാലിക്കണം, സ്വന്തത്തോട് നീതി പാലിക്കണം, കുടുംബത്തോട് നീതി പാലിക്കണം, അയൽക്കാരോട് നീതി പാലിക്കണം, സമൂഹത്തോട് നീതി പാലിക്കണം. ഒരു വേള എതിരാളികളോട് പോലും, ശത്രുക്കളോട് പോലും നീതി പാലിക്കണം. നിങ്ങൾ നീതിയുടെ സാക്ഷിയാവണം, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സാക്ഷിയാവണം എന്നൊക്കെ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ബാക്കി എന്താ? അങ്ങനെ നിങ്ങൾ നീതിക്ക് സാക്ഷിയാകുമ്പോൾ, നീതിപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ എതിരായിരിക്കും,
നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരിക്കും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരായിരിക്കും, നിങ്ങളുടെ ധനാഢ്യന്മാർക്കെതിരായിരിക്കും, നിങ്ങളുടെ ദരിദ്രർക്കുമെതിരായിരിക്കാം. അതൊന്നും നീതി ചെയ്യാതിരിക്കുവാനുള്ള കാരണമായി മാറരുത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, അതിൻ്റെ സാക്ഷികളാവണം. അതുപോലെ തന്നെ വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, അകൽച്ചയുണ്ട്, അതിൻ്റെ പേരിൽ മാത്രം അവരോട് അനീതി കാണിക്കുവാൻ അതൊന്നും നിങ്ങൾക്ക് പ്രേരകമാവരുത്. അവരോടുകൂടി നീതി കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആത്മീയ ബോധത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് സ്വയം ബോധ്യമാക്കേണ്ടത്. അപ്പോൾ ആ നീതിയാണ് പടച്ച റബ്ബ് കൽപ്പിക്കുന്നത്. എന്താ കാരണം? അവൻ ഏറ്റവും വലിയ നീതിമാനാണ്. ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ഈ പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടിജാലങ്ങളോടും ജീവജാലങ്ങളോടും അനിവാര്യമായ നീതി നിർവഹിച്ചവനാണവൻ. അവനാണ് പറയുന്നത്, നിങ്ങൾ നീതി നിർവഹിക്കണം, നീതിയുടെ വക്താക്കളായി മാറണം. കൂടെ പറഞ്ഞത് വൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറയുമ്പോൾ നന്മ എന്ന മൊത്തത്തിൽ പറയാം. ഏതൊരാൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ നന്മകൾ പെർഫെക്റ്റ് ആയിരിക്കണം, തികഞ്ഞതായിരിക്കണം, പോരായ്മകളില്ലാത്തതായിരിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കൊണ്ട് മാത്രം ഉള്ളതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സഹായത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ളപ്പോഴും, നമുക്ക് അത്യാവശ്യമുള്ളപ്പോഴും, നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള നന്മകൾ ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുക. അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇഹ്സാൻ അതിന് 2 തലങ്ങളാണുള്ളത്. പ്രവാചക തിരുമേനിയോട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു ചോദ്യം അതാണ്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അവിടെ റസൂൽ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കുക ഏതുപോലെ? നീ അവനെ കാണുന്ന പോലെ. എന്നാൽ നീ അവനെ നേരിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ, ആ ബോധ്യത്തോടെ നീ ആരാധനകൾ നിർവഹിക്കുക. അതാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു വിവക്ഷ. എന്നാൽ അതിനപ്പുറത്ത് വിശുദ്ധ ഖുർആൻ വിശദമായി വിശാലമായി പറയുന്ന ഇഹ്സാനിൻ്റെ ഒരു വലിയ പ്രപഞ്ചം തന്നെയുണ്ട്. അത് മുഴുവനും നമ്മിൽ നിന്ന് മറ്റൊരാൾക്ക് ലഭിക്കേണ്ടുന്ന നന്മകളാണ്. അതും തികഞ്ഞ തെളിഞ്ഞ വ്യക്തതയുള്ള കൃത്യതയുള്ള പെർഫെക്റ്റായിരിക്കുന്ന നന്മകളാണ് നൽകാൻ സാധിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇനി പറയുന്നത് വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. എല്ലാം ഒന്നുണ്ട് അവിടെ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവർക്ക് നൽകണം, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നൽകണം. അതുപോലെ തന്നെ മ്ലേച്ഛമായ നികൃഷ്ടമായ നീചമായ കാര്യങ്ങളെ വെടിയണം. വിദ്വേഷവും അങ്ങനെയുള്ള കാര്യങ്ങളും മാറ്റിവെക്കണം. ഇതൊക്കെ അല്ലാഹ് പറഞ്ഞെന്താണോ? യഅ്ലുക്കും, അല്ലാഹു നിങ്ങൾ ഉപദേശിക്കുകയാണ്. അല്ലാഹു നിങ്ങൾ ഉപദേശിക്കുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. ഞാൻ സൂചിപ്പിച്ചത് ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശാലമായ സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് വെച്ച് നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കുവാനുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ആത്യന്തികമായി സുരക്ഷിതമാക്കി തീർക്കുന്ന ഖുർആൻ്റെ പ്രയോഗം തന്നെ ഖൽബുൻ സലീം, സുരക്ഷിതമായ മനസ്സ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്നിടത്ത് ഖുർആനിൽ പറയുക കാണാൻ പറ്റും. പരലോകത്ത് രക്ഷപ്പെടുന്നവർ ദുനിയാവിൽ ഉണ്ടാക്കി വച്ചതൊന്നും ഉപകരിക്കാതെ, സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒന്നും ഉപകരിക്കാതെ അങ്ങനത്തെ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ ഒരാൾക്ക് മാത്രമാണ് സമാധാനം. ആരാണ് അയാൾ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ആ സുരക്ഷിതമായ മനസ്സുമായി കടന്നു വന്നവൻ. അവന് പരലോകത്ത് ഒന്നും ഒരു പ്രശ്നമില്ല, ഒരു ബേജാറുമില്ല. എന്തുകൊണ്ടാണ് അവൻ്റെ മനസ്സ് സുരക്ഷിതമായത്? അവൻ്റെ മനസ്സ് സുരക്ഷിതമായത് അവൻ്റെ വിശ്വാസം, അവൻ്റെ ആദർശം അത് സുവ്യക്തമായിരുന്നു, സുതാര്യമായിരുന്നു. അതിൽ അവനെ തന്നെ ഭയപ്പെടുത്തുന്ന, അവൻ്റെ നിർഭയത്വം തകർത്ത് കളയുന്ന, അവൻ്റെ സമാധാനം തകർത്ത് കളയുന്ന യാതൊരു തരത്തിലുള്ള കലർപ്പും കയറിയിരുന്നില്ല. അങ്ങനെയുള്ള ഈമാൻ ഉൾക്കൊണ്ടവർക്കാണ് ആദ്യമായി മനസ്സിന് സുരക്ഷത ലഭിക്കുക. മനാഫ് മാഷ് ആ വിഷയത്തിൻ്റെ ഒരു സൂചന നൽകി. അതുമായി മാത്രം ബന്ധപ്പെട്ട് ഒരു സംസാരം ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്.
അറിയാം നമുക്ക്, അത് വളരെ വ്യക്തമല്ലേ. നമ്മൾ നമ്മുടെ ഈമാനിലേക്ക് ശിർക്ക് പരമായ അന്ധവിശ്വാസപരമായ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ലാഞ്ചന കയറി വന്നാൽ അവിടെ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ സുരക്ഷിതത്വ ബോധമാണ്. നമ്മുടെ സുരക്ഷിതത്വ ബോധമാണ് അഥവാ നിർഭയത്വമാണ് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്തും അവസ്ഥ എന്താ? അവിടെ ഖൽബുൻ സലീമായിട്ട് വരാൻ കഴിയില്ല. അതോടൊപ്പം അതിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന, നന്മകളെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നവരും തിന്മകളെ തിരിച്ചറിഞ്ഞ് നിരാകരിക്കുന്നവരുമായി മാറാൻ, ആ നിലക്ക് നിങ്ങളുടെ ജീവിതത്തെ വിമലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെക്കുറിച്ച് പഠിക്കണം. നിങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്ന രക്ഷിതാവിനെക്കുറിച്ച് പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. എന്നിട്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അവൻ നിങ്ങളുടെ മാത്രം സൃഷ്ടാവല്ല, നിങ്ങളുടെ പൂർവികരെയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളുടെയും. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. വളരെ വിശദമായി തന്നെ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സഞ്ചരിക്കുന്ന ഗോളത്തിന് മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അൽ അർളി എന്ന പദത്തിന് അറബി ഭാഷയിൽ നൽകാവുന്ന ഏറ്റവും മനോഹരമായ ഒരു വേള, ഏറ്റവും പൂർണ്ണമെന്ന് പറയാവുന്ന ഭാഷാന്തരം എന്താ? അൽ ഖുറത്തു സയ്യാറ അല്ലത്തി നഹനു അലൈഹ, നാം ജീവിക്കുന്ന സഞ്ചരിക്കുന്ന ഗോളം. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ് ചെറുതാക്കിയത് കൊണ്ടാണ് പിന്നെ അതിനെ ഉരുട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പ്രമാണങ്ങൾ കിട്ടുമോ എന്ന് അന്വേഷിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അതിനൊന്നും ആവശ്യമില്ല. എന്താ കാരണം? അത് ആ പദത്തിൽ തന്നെ ഉണ്ട്, ആ പേര് തന്നെ ഉണ്ട്. അൽ ഖുറത്തു സയ്യാറ അല്ലത്തി നഹനു അലൈഹ, അതാണ് അൽ അർള്. ആ ഭൂമിയെ എങ്ങനെ ചെയ്തത്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ആ ഭൂമിയെ നിങ്ങൾക്ക് അവൻ സർവ്വസജ്ജമാക്കി തന്നിരിക്കുന്നു. ആ ഭൂമിയെ നിങ്ങൾക്ക് അവൻ സർവ്വസജ്ജമാക്കി തന്നിരിക്കുന്നു. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വകയായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവന് വേണ്ടതെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം, അങ്ങനെ എന്തെല്ലാം, എല്ലാം ഓരോ മനുഷ്യനും ലഭ്യമാകേണ്ട അളവനുസരിച്ച്, തോതനുസരിച്ച് ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ട് അവിടേക്ക് മനുഷ്യനെ കൊണ്ടുവന്നത്. അങ്ങനെ ഭൂമിയെ ഫിറാശാക്കിയ, സർവ്വസജ്ജമാക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷിതാവ്, അവനെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല സുരക്ഷിത കവചമായി ഈ ഉപരിലോകത്തെ സംവിധാനിച്ച ആ രക്ഷിതാവ് അവിടെ നിന്ന് മഴ വർഷിപ്പിക്കുകയും അതിലൂടെ നിർജ്ജീവമായി കിടക്കുന്ന ഈ ഭൂമിയെ സജീവമാക്കുകയും സകലമാന ഫലങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ആ പടച്ച തമ്പുരാൻ ആ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ അവൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? അവനോട് ചേർത്ത് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവേണ്ടത് അവന് മാത്രമുള്ള ആരാധനകളിൽ, പ്രാർത്ഥനകളിൽ മറ്റാരെയും നിങ്ങളുടെ വക പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നന്മ കൈവരിക്കാൻ, തിന്മകളെ തിരസ്കരിക്കാൻ, അഥവാ യഥാർത്ഥത്തിലുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി മാറാൻ. മനുഷ്യനെ ആത്മീയതയിലേക്ക് കടന്നു പോകുമ്പോൾ അവനിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളുടെ ചില സൂചനകൾ മാത്രമാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ഈ സംഗതികളെ തന്നെ പ്രകടമായ, പ്രത്യക്ഷമായ ചില ചില വേഷഭൂഷാദികളിൽ, ചില പ്രകടന പരതയിൽ ഇങ്ങനെ നോക്കിക്കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അത്ര ശുഭോദർക്കമായിരിക്കുന്ന കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നിയേക്കാം ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ ആളുകൾ കാണിക്കുന്ന അമിതമായിരിക്കുന്ന ആത്മീയത എന്നോ അല്ലെങ്കിൽ അനുഷ്ഠാന തീവ്രത എന്നോ ഒക്കെ പറയാവുന്ന ചില വിഷയങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റും. ഈ കഴിഞ്ഞ വർഷം, ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞിരിക്കുന്ന ഹജ്ജ് വേളയിൽ എൻ്റെ യാത്രകളിൽ എനിക്ക് ആദ്യമായിട്ടൊരു അനുഭവമാണ്. എന്താ? ഇഹ്റാമിലായിരിക്കുമ്പോൾ, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിലായിരിക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ മുഖം മറക്കാൻ പാടില്ല. ഇഹ്റാമിലായിരിക്കുമ്പോൾ മുഖം മറക്കാൻ പാടില്ല. പക്ഷേ ഒരുപാട് സഹോദരിമാർ ഹജ്ജിൻ്റെ ഇഹ്റാമിലായിരിക്കുമ്പോൾ മുഖം മറച്ചിരിക്കുന്നു. എങ്ങനെ മറച്ചത്? സാധാരണ നിക്കാബ് ഇട്ടുകൊണ്ടല്ല, ഒരു തൊപ്പി ഇങ്ങനെ തലയിൽ നിന്ന് മുന്നോട്ട് തള്ളി വെച്ചിട്ട് ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു നിക്കാബ് താഴോട്ട് ഒരു കർട്ടൻ പോലെ ഇട്ടിട്ടുണ്ട്. എന്താ വിഷയം? മതത്തിൻ്റെ ആശയങ്ങളെ
അക്ഷരങ്ങളിൽ വായിച്ചുകൊണ്ട് അത്യാചാരങ്ങളിലേക്കും അനുഷ്ഠാന തീവ്രതകളിലേക്കും കടന്നു പോകുമ്പോൾ യഥാർത്ഥ മര്യാദകൾ വിസ്മരിക്കപ്പെടുന്നു എന്നാണ് സൂചിപ്പിച്ചത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ പറ്റിയിരിക്കുന്ന അബദ്ധം തന്നെയാണ്. അവരോട് ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നല്ല അല്ല പറഞ്ഞത്. അവരെന്ത് ചെയ്തു? മീൻ പിടിച്ചില്ല, ഒറ്റ മീനും പിടിച്ചിട്ടില്ല. പക്ഷേ ഒരു മീനും നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. അതിനെയൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അടുത്ത ദിവസം പിടിച്ച് അതിനുപയോഗപ്പെടുന്ന ആ സമൂഹത്തോട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവരെ എന്താക്കി മാറ്റിയെന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിനെയും പ്രവാചകധ്യാപനങ്ങളെയും ഒക്കെ, അഥവാ പാരത്രിക മോക്ഷത്തിന് വേണ്ടി പടച്ചറബും പ്രവാചകനും പഠിപ്പിച്ചിരിക്കുന്ന ദീനിനെ കേവലം അക്ഷരങ്ങളിൽ മാത്രം വായിച്ച് അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തൊരു കാലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്ന എന്താ? പിന്നെ അവിടെ പ്രകടമാകുന്നത് അന്ധവിശ്വാസങ്ങളായിരിക്കും, അനാചാരങ്ങളായിരിക്കും. അവിടെയാണ്. കാരണം എന്താ? ഇതൊക്കെ മതത്തെ അക്ഷരവായനകൾക്കപ്പുറത്ത് ആശയവായനയിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ അവിടെ മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും ആലോചനാശേഷിയും ആവശ്യാനുസരണം വിനിയോഗിക്കുവാൻ സാധിക്കണം. പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ വരെ പ്രവാചകരോട് വരെ ചില കാര്യങ്ങളിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ, ഇതിങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുവാനുള്ള ആ ഒരു മനസ്സ് സ്വഹാബികൾക്കുണ്ടായത് എന്തുകൊണ്ടാണ്? അവർ കാര്യങ്ങളെ ആലോചിച്ചും ചിന്തിച്ചും മനസ്സിലാക്കി തന്നെയാണ് നിർവഹിച്ചെന്നുള്ളതാണ്. പ്രവാചകരായിരുന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളെയും അങ്ങനെ കൊണ്ട് സ്വീകരിക്കില്ല. ഒരു ദിവസം അസർ നമസ്കാരമാണെന്ന് തോന്നുന്നു, 4 റക്അത്ത് നമസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചുള്ളൂ, 2 റക്അത്ത് നമസ്കരിച്ചിട്ടുള്ളൂ. എന്നിട്ട് സലാം പൊട്ടി. അപ്പോൾ സ്വഹാബികൾ എന്താ കരുതേണ്ടത്? റസൂൽ ചെയ്തതല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇനിയൊന്നും പറയേണ്ടതില്ല, ഒന്നും ചോദിക്കേണ്ടതില്ല എന്ന് വെച്ചോ? ഇല്ല, ചോദിച്ചു. സ്വഹാബികൾ പിന്നെന്ന് ചോദിച്ചു, പ്രവാചകരെ നമസ്കാരം ചുരുക്കിയോ അതല്ല താങ്കൾ മറന്നുപോ? നമസ്കാരം ചുരുക്കിയോ അതല്ല താങ്കൾ മറന്നുപോ? റസൂൽ ആദ്യം പറഞ്ഞു 2 ഉണ്ടായിട്ടില്ല. എങ്കിൽ അതിലൊന്നുണ്ടായിട്ടുണ്ട്. എന്തേ? താങ്കൾ 2 റക്അത്ത് മാത്രമേ നമസ്കരിച്ചുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ബാക്കി കൂടി നമസ്കരിച്ച് അതിനനുബന്ധമായൊരു സുജൂദ് പഠിപ്പിച്ച് ഒരു വിഷയം അവിടെ ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ സൂചിപ്പിച്ചത്. പ്രവാചകരായിരുന്നിട്ട് പോലും അങ്ങനെ ചോദിക്കാതെ, അറിയാതെ, മനസ്സിലാക്കാതെ, ആലോചിക്കാതെ അല്ല സ്വീകരിച്ചത്. അത് അവരുടെ മനസ്സിലുള്ള ഒരു ചെറിയ സംശയമാണെങ്കിൽ പോലും ദൂരീകരിച്ച് സ്വീകരിക്കുന്ന. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാരാവട്ടെ, പുരോഹിതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ആരാവട്ടെ, അവർ പറയുന്ന, അവർ പഠിപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളെയും അല്പം ആലോചനയോടെ, ചിന്തയോടെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ സാധിക്കുമെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്നു ചാടാതെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. അക്ഷരവായനക്കപ്പുറത്ത് ആശയവായനകളിലേക്ക് വരാൻ സാധിക്കണം. മാത്രമല്ല ഈ സംഗതികൾ തന്നെ മറ്റു പല അപകടങ്ങളുടെയും തിന്മകളുടെയും ഒക്കെ ഒരു മുഖമൂടിയായി ഉപയോഗിക്കുവാൻ ആളുകൾക്ക് ധാരാളമായി അവസരമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇതിന് മറ്റൊരു വശമാണ്. എന്താ കാരണം? ഇപ്പോൾ ഇസ്ലാമിന് അതിൻ്റേതായിരിക്കുന്ന വേഷമുണ്ട്, ഇതെല്ലാ മതങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് മതങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ, പണ്ഡിതന്മാരെന്നോ പുരോഹിതന്മാരെന്നൊക്കെ പറയുന്നവർക്ക് ചില പ്രത്യേകമായിരിക്കുന്ന വേഷവിധാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ വേഷം ആലോചിക്കുക, അത് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ പലപ്പോഴും അതിന് തന്നെയാണോ? മറിച്ച് അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവാനും അവരുടെ വിശ്വാസത്തെയും അതുവഴി അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും അവരുടെ ജീവൻ വരെ കവർന്നെടുക്കുവാനും വേണ്ടിയാണോ? അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും നന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രവാചക തിരുമേനി പറഞ്ഞു, അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. തീർന്നില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളും ഭാവങ്ങളും ശരീരഘടനയും ഒന്നുമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും, ഒരു സൽക്കർമ്മം നിർവഹിക്കുമ്പോൾ പോലും, ഒരു സുഹൃത്തം നിർവഹിക്കുമ്പോൾ പോലും അവിടെ നിങ്ങളുടെ മനസ്സ് കൂടെയുണ്ടോ? മനസ്സതിൻ്റെ കൂടെയുണ്ടോ? അതാണ് പടച്ചറബ് പരിശോധിക്കുന്നത്, വേറൊന്നും പരിശോധിക്കുന്നില്ല. പെരുന്നാളിന്, ഹജ്ജിനൊക്കെ ബലിയിറക്കുമ്പോൾ ആ ബലിയിറക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ്റെ പ്രയോഗം എന്താ? ഇതിൻ്റെ രക്തമോ മാംസമോ ഒന്നും പടച്ചറബിലേക്ക് എത്തുന്നില്ല. എത്തുന്നത്
അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്ന തഖ്വയാണ്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ പ്രകടമായി പ്രത്യക്ഷമായി കാണുന്ന പലതും പുരുഷന്മാർ പൊതുവിൽ താടി വെക്കാറുണ്ട്, അതിൻ്റേതായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ. പക്ഷേ അതിനപ്പുറത്ത് മറ്റെന്തോ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ തലപ്പാവ് ധരിക്കാറുണ്ട്. അങ്ങനെ ധരിക്കുന്ന അബദ്ധമാണെന്നോ തെറ്റാണെന്നോ ഒന്നുമല്ല. പക്ഷേ ആ ഒരു തലപ്പാവ് എന്നതിനപ്പുറത്ത് അതിന് വേറെ അർത്ഥമുണ്ടാകുമ്പോൾ സഹോദരിമാർ നല്ല ഇസ്ലാമികമായിരിക്കുന്ന കൃത്യമായ വേഷം ധരിക്കുന്നവരുണ്ട്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണ്ണമായി മറച്ച് അച്ചടക്കത്തോടെ മാന്യമായി ജീവിക്കുന്ന 10,000-കണക്കിന് സഹോദരിമാർ നമുക്കിടയിലുണ്ട്. അവരിൽ നിന്ന് കുറച്ചുപേര് കുറച്ചുകൂടി അവരുടെ ഭാഷയിൽ ഒരു ഉയർന്ന ദർജയിലുണ്ട്. അവരാരാ? മുഖവും കൂടി മറച്ച് കൈപ്പടങ്ങൾ കൂടി മറച്ച് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ അവരുടെ ആത്മീയതയുടെ ഭാഗമായി, അവരുടെ ആത്മീയതയെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ അതത്ര അപകടകരമായിരിക്കണമെന്നില്ല. എന്നാൽ ഇതേ സംഗതികൾ ഇവിടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും അതിലൂടെ ആളുകൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ലക്ഷ്യം മാറുകയും ആത്മീയത കപട ആത്മീയതയായി തീരുകയും അതിലൂടെ പലർക്കും പലതും നഷ്ടമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും സഹായകമാകുന്ന വെള്ളവും വളവുമായി മാറുന്നത് എന്താ? അത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തെ നിഷ്കാസനം ചെയ്ത് അവിടെ കുടിയിരുത്തിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളാണ്. ആ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ഈ സകലമാന പ്രശ്നങ്ങളുടെയും ബേസ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, കാസർഗോഡ് ഒരു കച്ചവടക്കാരൻ, അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ, അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, ആലോചിക്കാൻ ശേഷിയുണ്ട്. അങ്ങനെ ചിന്തിച്ചും ബുദ്ധി ഉപയോഗിച്ചും നന്നായി അധ്വാനിച്ചും തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത് ഇനിയും ഒന്നുകൂടി അതിൻ്റെ ഇരട്ടിയായി കിട്ടണം. അങ്ങനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ ചെയ്ത പണി തന്നെ ഇരട്ടിയായി ചെയ്യണം. ഇത്രയും സമ്പാദ്യമുണ്ടാക്കുവാൻ എങ്ങനെ അധ്വാനിച്ചു, എങ്ങനെ ആലോചിച്ചു, എങ്ങനെ ചിന്തിച്ചു, അതേ കാര്യങ്ങൾ അതിൻ്റെ ഇരട്ടിയായി നിർവഹിക്കുമ്പോൾ ഈ സമ്പത്ത് ഇരട്ടിയാകും. എന്നല്ലാതെ ഇത് ആരുടെയോ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ, അവർ കുളത്തിലോ കൊണ്ടുപോയി താഴ്ത്തി വെച്ചാൽ, എന്നിട്ട് ചില മന്ത്രവാദങ്ങൾ നടത്തിയാൽ അതിലൂടെ ഇത് ഇരട്ടിച്ച് എത്രയോ ഇരട്ടിയായി മാറും എന്ന് പ്രതീക്ഷിക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കണമെങ്കിൽ എന്താ സംഭവിച്ചത്? ബാക്കിയെല്ലാം ഉണ്ട്. ഒരു കാര്യം മാത്രമുണ്ടായില്ല. അതെന്താ? തനിക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താശേഷി ഉപയോഗപ്പെടുത്തേണ്ട ഇടങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചില്ല. മാത്രമല്ല, യഥാർത്ഥ ഈമാൻ ഇരിക്കേണ്ടിടത്ത് അതിനെ നിഷ്കാസനം ചെയ്ത് അവിടെ അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടി. വിശുദ്ധ ഖുർആൻ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ തൊട്ടുപിറകെ നാം പഠിക്കുന്ന കാര്യം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാണ് വേദഗ്രന്ഥം. ലാ റൈബ ഫീ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, ആർക്കാണ് ഉപകരിക്കുക? ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്. ആരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ? അവരുടെ വിശേഷണങ്ങളാ ഒരു 4-5 കാര്യങ്ങളായി പിന്നെ പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാ. എന്താണ് ഈ ഗൈബ്? ആപേക്ഷികമായ ഗൈബുണ്ട്, യഥാർത്ഥ ഗൈബുമുണ്ട്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനപ്പുറത്ത് എന്താ ഉള്ളത് ഇപ്പം നമുക്കറിയില്ല. നമ്മുടെ സമയത്തോളം താൽക്കാലികമായി അത് ഗൈബാണ്, അദൃശ്യമാണ്. പക്ഷേ എന്ത് മതി, അപ്പുറത്ത് പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. അതോടുകൂടി അത് ഗൈബല്ലാതായി മാറും. മനസ്സിലായല്ലോ? അതങ്ങനെയാണ്. ഈ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ വൈറസ് ബാധയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ വേറെ സംഗതിയാണ്, ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബാക്ടീരിയയും വൈറസും നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പോലും മനസ്സിലാക്കുവാൻ നമുക്ക് നേരിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവയൊക്കെ താൽക്കാലികമായി ഗൈബാണെന്ന് പറയാം, അദൃശ്യമാണെന്ന് പറയാം. പക്ഷേ നല്ലൊരു പരീക്ഷണം നടത്തിയാൽ, ഒരു നല്ല സൂക്ഷ്മദർശി ഉപയോഗിച്ചാൽ ആ സൂക്ഷ്മജീവികളെയും നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവിടെ അത് ഗൈബല്ലാതായി മാറും. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പഠനങ്ങളിലൂടെയും ഒരു ഗവേഷണങ്ങളിലൂടെയും കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിലൂടെയും ഒരിക്കലും കാണാൻ കഴിയാത്ത, അറിയാൻ കഴിയാത്ത, സാന്നിധ്യമറിയാത്ത
വേറെയും സൃഷ്ടികളും ജീവികളുമൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുണ്ടെന്നറിയണം, അതിൽ ബോധ്യം വേണം. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. യഥാർത്ഥ അദൃശ്യത്തിൽ ബോധ്യമുള്ളവരായിരിക്കണം. കേവല വിശ്വാസം പോരാ, ശരിക്കും ബോധ്യം വേണം. ആ ബോധ്യങ്ങളിലാണെന്ത് ഈ പറയുന്ന ജിന്നുകളും മലക്കുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങളിൽ എവിടെയും പിടിക്കാൻ കഴിയാത്തവർ, എവിടെയും കണ്ടെത്താൻ കഴിയാത്തവർ, എവിടെയും മനസ്സിലാക്കാൻ കഴിയാത്തവർ, പടച്ച റബ്ബ് പ്രവാചകന്മാരിലൂടെ നൽകുന്ന വഹയിലൂടെ അല്ലാതെ യാതൊരു അക്ഷരം പോലും അധികം വായിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്ന സാധ്യതയില്ലാത്തവർ, അങ്ങനെ വർഗമുണ്ട് എന്ന് പോലും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അല്ല പറഞ്ഞു തന്നുകൊണ്ട് മാത്രം. എന്നാൽ ബാക്ടീരിയയും വൈറസൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് അല്ല പറഞ്ഞു തന്നുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അല്ല പറഞ്ഞുകൊണ്ട് തന്നെ അല്ല, അത് നമ്മുടെ പരീക്ഷണ ഗവേഷണങ്ങൾ കണ്ടെത്തിയതാണ്. ഇത് പടച്ച റബ്ബ് പറഞ്ഞു തന്നു. ഇങ്ങനെ ചില ജീവികളൊക്കെ ഉണ്ട്. ആ ജീവികളുടെ പ്രത്യേകത ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹും. അവർ നിങ്ങളെ കാണും, അവരുടെ വർഗവും നിങ്ങളെ കാണും. നിങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ റഅ പ്രയോഗിച്ചത് നിങ്ങൾ അറിയും, നിങ്ങളെക്കുറിച്ച് മനസ്സിലാകും, നിങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ അവർക്ക് പറ്റും. എന്നാൽ മിൻ ഹൈസു ലാ തറൂനഹും, നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാനോ കാണാനോ പഠിക്കാനോ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാനോ നിങ്ങൾക്ക് സാധിക്കില്ല. പടച്ച റബ്ബ് വല്ലതും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്കില്ല. അങ്ങനെയുള്ള ചില സൃഷ്ടികൾ, ചില ജീവികൾ, അവരാണ് ആര്? അദൃശ്യജീവികൾ, ആലമുൽ ഗൈബിൽ. എന്നാൽ അതിൽ തന്നെ ഏറ്റവും അപ്പുറത്ത് ഇതിനൊക്കെ വ്യത്യസ്തമായി ഈ ഗൈബ് എന്ന് പറയുക, ജിന്ന് മലക്ക് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചാണ് അത് നമ്മൾ അദൃശ്യമാണ്, അഭൗതികമാണെന്നൊക്കെ പറയുന്നത്. എന്നാൽ പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും ഗൈബാണ്. യഥാർത്ഥ ഗൈബ്, യഥാർത്ഥ അഭൗതികം, അങ്ങനെ തന്നെയാണ്. അതിന് വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ ഈ അദൃശ്യ ലോകത്തുള്ള ആലിമുൽ ഗൈബിലുള്ള ഇങ്ങനെയുള്ള ജീവികൾ ഈ ദൃശ്യലോകത്തെ മനുഷ്യരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നും അവരുമായി ചില സമ്പർക്കങ്ങൾ ഉണ്ടാക്കുമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല കൊള്ളക്കൊടുക്കലുകൾ നടത്തുമെന്നും അതുകൊണ്ട് തന്നെ അവരിലെ ചില പ്രത്യേകക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില പ്രത്യേകക്കാർക്ക്, മനുഷ്യരിൽപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് ചില സംഗതികളൊക്കെ നിർവഹിക്കാൻ സാധിക്കുമെന്നും ഉള്ള വിശ്വാസം എന്ന് മുതൽ ഈ സമൂഹത്തിൽ രൂഢമൂലമായിട്ടുണ്ടോ അന്ന് മുതൽ തന്നെ ഇവിടെ അന്ധവിശ്വാസങ്ങളും അതുവഴിയുള്ള ചൂഷണങ്ങളും അതിങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിച്ച് അതിലൂടെ ആളുകളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തിരുന്നത് യാഥാസ്ഥികരായിരിക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ ഇന്ന് നവോത്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവരിൽ വരെ അങ്ങനെയുള്ള അപസ്വരങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്നത്തെ സങ്കടം. ഈ ജിന്നി എന്ന് പറയുന്ന വർഗം മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിക്കൂടുമെന്നും എന്നിട്ട് പലവിധ രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും മാത്രമല്ല ഈ മനുഷ്യനെ ഇയാളല്ലാത്ത മറ്റൊരാളാക്കി മാറ്റുമെന്നും അതിലൂടെ പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്നുമൊക്കെയുള്ള വിശ്വാസങ്ങൾ എവിടെയൊക്കെ കയറി കൂടിയുണ്ടോ അവിടെയൊക്കെ അന്ധവിശ്വാസങ്ങൾ തഴച്ചു വളരും. കാസർഗോഡ് ജിന്നുമായി അത്രേ ചെയ്തിട്ടുള്ളൂ. അവരുടെ മുമ്പിൽ വരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉറഞ്ഞു തുള്ളുന്ന പാത്തുട്ടിയായി അവർക്ക് മാറാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് വിശ്വസിക്കാൻ ആളുകൾക്ക് എന്തുകൊണ്ട് കഴിയുന്നു? ഇത് പറഞ്ഞു കൊടുക്കുന്ന ആരാ? മതപുരോഹിതന്മാരാണ്, മതപണ്ഡിതന്മാരാണ്. അവരെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. നിങ്ങൾ കരുതിയിരിക്കേണ്ടത്, ജാഗ്രത പാലിക്കേണ്ടത്, ആശങ്കയോടെ നോക്കിക്കാണേണ്ടത് ഈ സമൂഹത്തിലെ പച്ചക്ക് കക്കുന്ന കള്ളന്മാരെയും കൊള്ളക്കാരെയും മാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ കാര്യത്തിൽ ആ ജാഗ്രത പാലിക്കേണ്ടത്. എന്താ കാരണം? അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരും പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് നയിക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പഠിപ്പിച്ചതാണ്. അതും വലിയൊരു സമൂഹത്തിലെ 1-2 ആളുകൾ അപകടകാരികളാണ് എന്നല്ല പറഞ്ഞത്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ഈ പണ്ഡിത പുരോഹിത വർഗത്തിലെ മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു വച്ചിരിക്കുന്നുവെങ്കിൽ അത് നമ്മൾ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൻ്റെ ബേസ് അതാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞല്ലോ അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന ആലമുൽ ഗൈബിൽ ജീവിക്കുന്ന ജിന്നുകൾ
ഈ ദൃശ്യലോകത്ത് മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ ശരീരത്തിൽ കയറിക്കൂടുകയും ഒക്കെ ചെയ്ത് പലവിധ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് വിചാരിക്കുന്ന, അങ്ങനെ വിവക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ. അതിനുവേണ്ടി പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ധ്യാസമയത്ത് ഇരുട്ടിങ്ങനെ വല്ല വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ തൻ്റെ ഭാര്യയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാ ഒരു സഹോദരൻ അതിലെ കടന്നുപോയി. അദ്ദേഹം ഒന്നിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയി. റസൂലുള്ളാഹി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, നമുക്കൊക്കെ അറിയാം ആ സംഭവം, വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യ സഫിയയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എന്താ നിങ്ങളിങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയകരമായ ഒരു തോന്നലെങ്കിലും എൻ്റെ മനസ്സിലുണ്ടാവോ? എന്തിനാണ് നിങ്ങൾ എന്നെ ഇത് തിരുത്താൻ ശ്രമിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് റസൂൽ പറഞ്ഞത്, അശൈത്താൻ യജ്രി മജ്റദ്ദം, ശൈത്താന് രക്തമോടുന്നിടത്തെല്ലാം ഓടും, സഞ്ചരിക്കും. രക്തമോടുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കും. ഇതിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് എന്താ കിട്ടിയത്? അവർക്ക് കിട്ടി എന്താ? എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിലും പിശാചുക്കൾ അഥവാ ജിന്നുവർഗം കയറിക്കൂടും, എന്നിട്ട് രോഗമുണ്ടാക്കും, അതാകും ഇതാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. എന്നാൽ ഇത് ശരിക്കും റസൂൽ പറഞ്ഞ എന്താ? ഒരു പച്ച മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ, രക്തോട്ടമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കി അതുമൂലം പലവിധ പ്രയാസങ്ങളും വരുത്തി തീർക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രവാചക തിരുമേനി മറ്റൊരു ഭാഷയിൽ മറ്റു ചില പദങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞതിനെയാണ് അക്ഷരങ്ങൾ വായിച്ച് ഇവിടം വരെ എത്തിച്ചത്. സമാനമായ വേറെ സംഭവമില്ലേ? ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രവാചക തിരുമേനിയും സംഘവും ആ സംഘത്തിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയവരടുത്ത് തിരിച്ചു പോരുമ്പോൾ ആയിഷ ബീവി ആ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അവരെന്തൊരു കാര്യത്തിൽ പുറത്തേക്ക് പോയതാണ്, അതറിഞ്ഞില്ല. അതറിയാതെ യാത്രാസംഘം പോന്നു. അവർ തനിച്ചായി. ഏറ്റവും ബാക്കിൽ വല്ലതും നഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെയാണ് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് വരുന്നത്. പ്രഭാതത്തിൽ അവരിങ്ങനെ വരുമ്പോൾ അത് കണ്ടിരിക്കുന്ന ചില ആളുകൾ അത് വച്ച് കുറേ കഥകൾ മെനഞ്ഞെടുത്തു. അത് ആരൊക്കെ വിശ്വസിച്ചു? കേവലം ശത്രുക്കളോ മുനാഫിക്കുകളോ മുശ്രിക്കുകളോ മാത്രമല്ല, ആയിഷ റളിയല്ലാഹുവിന്റെ പിതാവ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആശ്രിതനായി എത്രയോ കാലമായി കഴിഞ്ഞുകൂടുന്ന മിസ്തഹ് എന്നു പേരുള്ള ഒരു സ്വഹാബി ആ കൂട്ടത്തിലല്ല, അദ്ദേഹമായിരുന്നു ആ പ്രചാരണത്തിന് നേതൃനിരയിലുള്ളത്. അവസാനം സത്യമൊക്കെ പുറത്തു വന്നപ്പോൾ, അള്ളാഹു വഹയിറക്കി ആയിഷയുടെ നിരപരാധിത്വം പുറത്തു വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അറിയാതെ പറഞ്ഞു, ഇനി ഞാൻ മിസ്തഹിന് ഒരു സഹായവും ചെയ്യില്ല. എന്നാ അതൊരു പച്ച മനുഷ്യൻ്റെ വാക്കാ, ഒരു സാധാരണ പിതാവിൻ്റെ ഒരു ഉപ്പാൻ്റെ വാക്കാ. തൻ്റെ മകൾക്ക് നേരെ ഇത്രമാത്രം മോശമായ രൂപത്തിൽ സംസാരിക്കാൻ സാധിച്ചിരിക്കുന്ന മനുഷ്യൻ, അതും എൻ്റെ ആശ്രിതനായി കഴിഞ്ഞുകൊള്ളുന്ന ഒരാൾ, അങ്ങനെ ആയിക്കൂടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹു ആ സമയത്ത് ആയത്തിറക്കി. എന്താ പറഞ്ഞത്? നിങ്ങളിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിച്ചിരിക്കുന്ന ആളുകൾ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കില്ല എന്ന് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോഴാ അദ്ദേഹം പറഞ്ഞത്, ഉണ്ട്, തീർച്ചയായും, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയം അവസാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, മിസ്തഹ് എന്ന് പറയുന്ന സ്വഹാബിയായ മുഅ്മിനായ മുസ്ലിമായ അബൂബക്കർ റളിയല്ലാഹു ആശ്രിതനായിരിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താ സംഭവിച്ചത്? അശ്ശൈത്വാനു യജ്രി മജ്റദ്ദമി, പിശാച്, ഈ ജിന്നു വർഗത്തിലെ പിശാചിനായിക്കോട്ടെ, ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ ദുർമന്ത്രങ്ങൾ കൊണ്ട് അവരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് അപകടങ്ങളും അബദ്ധങ്ങളും ചെയ്യിക്കുമെന്നാണ് പറഞ്ഞത്. ഇതേ റസൂൽ പറഞ്ഞോളൂ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ നീ ഇങ്ങനെയാണ് പോയാലും പിശാച് നിന്റെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും. കാരണം എന്താ? നീ ജീവനുള്ള രക്തമോടുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. ആ മനുഷ്യനെ ദുർമന്ത്രങ്ങൾ കൊണ്ട് അഥവാ ദുർബോധനങ്ങൾ കൊണ്ട് അപായപ്പെടുത്തുവാൻ ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ വീണ് പോവാതിരിക്കാനാ ഇതെൻ്റെ ഭാര്യ സഫിയാണ് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞത് എന്നാണ് റസൂൽ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ ഉള്ള ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള സംഗതികൾ വെച്ചിട്ട് മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ കയറിക്കൂടും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ
ഈ പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന മിസ്തഹിന്റെ ശരീഅത്തിൽ ജിന്ന് കയറിയതായിരുന്നോ? ജിന്നു വർഗത്തിൽപ്പെട്ടിരിക്കുന്ന പിശാച് ശരീഅത്തിലേക്ക് കയറിയതായിരുന്നോ? അതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പിശാച് വസ്വാസ് ഉണ്ടാക്കിയതാണോ? വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പിശാച് വർഗം തന്നെ പരലോകത്ത് വന്നിട്ട് മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മേൽ മാ കാന ലീ അലൈക്കും സുൽത്താൻ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു അധികാരവും ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല എന്ന് പരലോകത്ത് വെച്ച് ആ പിശാച് പറയുമെന്നിരിക്കെ, ആ പിശാചിനുണ്ടെന്ന് പിശാചിന് പോലും അവകാശവാദമില്ലാത്ത അധികാരങ്ങളും കഴിവുകളും പ്രാപ്തിയും ഒക്കെ അവന് വകവെച്ചു കൊടുത്ത് നിറം പിടിപ്പിച്ച കഥകളുണ്ടാക്കി അതിന് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ വാറോല കിതാബുകൾ ഉദ്ധരിച്ച് വിശുദ്ധ ഖുർആനിനെയും പ്രവാചക അധ്യാപനങ്ങളെയും വിലമതിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്നുമ്മമാർ ഇനിയും വളരും, ഗഫൂർ ആജിമാർ ഇനിയും കൊല്ലപ്പെടും, ആളുകളുടെ സമ്പത്തും അഭിമാനവും നഷ്ടപ്പെടും. അത് അത് അങ്ങനെ സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വിശ്വാസം വിമലീകരിക്കപ്പെടണം. അവിടെ അന്ധവിശ്വാസം കടന്നു വരാൻ അവസരമുണ്ടാവാതിരിക്കണം. മതത്തിൻ്റെ ദർശനങ്ങളെ അക്ഷരങ്ങളിൽ മാത്രം വായിക്കാതെ അതിൻ്റെ ആശയങ്ങളുടെ സഞ്ചരിക്കാൻ സാധിക്കണം. കൂടെ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും പരമാവധി സ്വായത്തമാക്കുവാനും തിന്മകളെ തിരസ്കരിക്കുവാനുമുള്ള മാനസികാവസ്ഥയിലേക്ക് സമൂഹം വളരണം. അതില്ലാതെ വരുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റവാദിയേ ഉള്ളൂ. കാസർകോട്ടെ പ്രശ്നത്തിൽ വരെ ആ ജിന്നുമ്മ മാത്രമല്ല ഉത്തരവാദി. പ്രതിയായി ചിത്രീകരിച്ച് ജയിലടക്കേണ്ടത് അവരെ മാത്രമല്ല, മറിച്ച് അവർക്കതിന് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ സമൂഹവും ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏത് വിഭാഗത്തിലാവട്ടെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും കൂടിയാണ് അതിലെ മുഖ്യ പ്രതികൾ എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ എങ്കിലും സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി വരുമ്പോൾ തീർച്ചയായും ഇങ്ങനെ സംഗതികൾക്ക് അറുതി വരുത്തുവാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ദുനിയാവിൽ അത് ആസ്വദിക്കാനും പരലോകത്ത് അതിൻ്റെ ഗുണം നേടിയെടുക്കുവാനും സാധിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുമ്പോൾ ആർക്കും ഒരു പ്രയാസമുണ്ടാക്കാതെ ആർക്കും ഒരു പ്രശ്നമുണ്ടാക്കാതെ സാധ്യമാകുന്ന അത്രയും നന്മകൾ അപരന് ചെയ്തു കൊടുത്തുകൊണ്ട് അത് ചിലപ്പോൾ റസൂൽ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടെങ്കിലും അങ്ങനെയല്ലോ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടെങ്കിലും അങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുക അത് വലിയ സൗഭാഗ്യമാണത്. അങ്ങനെയെങ്കിലും ആ നിലക്ക് എല്ലാ നന്മകളെയും സ്വായത്തമാക്കുവാനും തിന്മയാണെന്ന് തോന്നുന്ന പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി മാറുന്ന എന്തിനേയും തിരസ്കരിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് മാറാൻ സാധിക്കുന്നിടത്ത് ആത്മീയതക്ക് അർത്ഥമുണ്ടാകും. അത് അനർത്ഥങ്ങളായി മാറില്ല, അതിൽ അപകടങ്ങളും അക്ഷരത്തെറ്റുകളും ഉണ്ടാവില്ല. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. മതം, ആത്മീയത, നിർഭയത്വം ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.